9-ാം തീയതി ആയപ്പോൾ ഞാൻ അടുക്കളയിൽ അവർക്ക് അപ്പം ഉണ്ടാക്കി കൊടുക്കാൻ എന്നെ വിളിച്ചായിരുന്നു പുള്ളി. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടാക്കി തരാം, അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. വന്ന് ഞാൻ അടുക്കളയിൽ നിന്നപ്പോഴത്തേക്ക് പുള്ളി എന്നോട് പറഞ്ഞു ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഗ്യാസ് ഓഫ് ചെയ്യാം, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ് ഞാൻ ഇങ്ങനത്തെ ആളൊന്നും അല്ല, ഞാൻ ഇച്ചിരി ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ കാര്യം പറയാൻ പറഞ്ഞു. പുള്ളി അന്നേരം എന്നോട് പറയാം തൊട്ടും പിടിക്കലൊന്നും എനിക്ക് പറ്റത്തില്ല, എനിക്ക് മറ്റേതിന് വേണമെന്ന് പറഞ്ഞു. ഞാൻ പോയി കഴിയുമ്പോൾ ഞാൻ 5 മണിയാകുമ്പോൾ ഞാൻ വൈകിട്ട് വീട്ടിൽ പോകും. ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ 12 മണി 1 മണിക്കൊക്കെ ആൾക്കാർ വരിക, പെണ്ണുങ്ങളും ആണുങ്ങളും. പിന്നെ അവിടെ കിടന്ന ആ അമ്മയെ ഇവൻ വെള്ളം അടിച്ചിട്ട് പൊക്കിക്കൊണ്ടുപോയി ഇതാക്കുക, അവൻ്റെ ഡ്രസ്സൊക്കെ വലിച്ചു കീറി അതിന് വെള്ളം വായിക്കകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തു. അറിഞ്ഞില്ലേ, തൊയ്ബ ബീഫ് സ്റ്റാൾ ഗുണത്തുപുഴ മാർക്കറ്റിനുള്ളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മയുടെ സ്ലോട്ടർ ഹൗസിൽ നിന്നും എത്തിച്ച് വിൽപ്പന നടത്തുന്നു. ഫോൺ 9207047875. ഞാൻ വന്നിട്ട് 4 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എനിക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ 8-ാം തീയതി വന്നതാണ് ഇവിടെ. 9-ാം തീയതി ആയപ്പോൾ ഞാൻ അടുക്കളയിൽ അവർക്ക് അപ്പം ഉണ്ടാക്കി കൊടുക്കാൻ എന്നെ വിളിച്ചായിരുന്നു പുള്ളി. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടാക്കി തരാം, അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. വന്ന് ഞാൻ അടുക്കളയിൽ നിന്നപ്പോഴത്തേക്ക് പുള്ളി എന്നോട് പറഞ്ഞു ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഗ്യാസ് ഓഫ് ചെയ്യാം, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ് ഞാൻ ഇങ്ങനത്തെ ആളൊന്നും അല്ല, ഞാൻ ഇച്ചിരി ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ കാര്യം പറയാൻ പറഞ്ഞു. പുള്ളി അന്നേരം എന്നോട് പറയാം തൊട്ടും പിടിക്കലൊന്നും എനിക്ക് പറ്റത്തില്ല, എനിക്ക് മറ്റേതിന് വേണമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു ചേട്ടാ അതിനാണെങ്കിൽ ഞാൻ നിൽക്കത്തില്ല, ഞാൻ 2-3 ദിവസം കഴിയുമ്പോൾ ഞാൻ വീട്ടിലോട്ട് പോകും, ഇനി എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് വൈകിട്ടായപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു മോനെ നീ എന്താ പോകാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ പോകുന്നില്ല, ഞാൻ ഇനി പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ ബൈജു ഇവിടുന്ന് വിളിച്ച്, ഇവരുടെ PRO പുള്ളി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു താൻ എന്താണ് അങ്ങോട്ട് വരാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ അങ്ങോട്ട് വരത്തില്ല, ഇത്ര ഇതാണ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ ഉഡായിപ്പാന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ ഇവിടുത്തെ ഡ്രൈവറെ വിളിച്ചപ്പോൾ ഞാൻ ഡ്രൈവറോട് കാര്യം പറഞ്ഞു. ഏട്ടാ ഞാൻ ഇനി അങ്ങോട്ട് വരത്തില്ല, ആ പുള്ളി എന്നോട് മോശമായിട്ട് സംസാരിച്ചു, അപ്പം ഇച്ചിരി പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു എന്നാൽ ആ ഡൈപ്പർ ഒന്ന് മാറ്റി കൊടുക്കാൻ ഇങ്ങോട്ട് വരാമെന്ന് വെച്ച് ഞാൻ ഡൈപ്പർ മാറ്റാനായിട്ട് ഇങ്ങോട്ട് വന്ന് ഇന്നലെ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇവർ അങ്ങോട്ട് പുല്ലൂർക്ക് എന്തോ അത്യാവശ്യമായിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ഈ അമ്മമാർ ഇന്നലെ എൻ്റെ കണ്ണ് വെട്ടിച്ച് ഇവിടുന്ന് ഇറങ്ങി താഴെ പോയപ്പോഴത്തേക്ക് ഞാനിവിടെ കിടന്ന് അന്വേഷിക്കുക, ഇതൊന്നും നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ പുല്ല് എത്തിക്കൊണ്ടിരിക്കുമായിരുന്നു അവിടെ. ആ പുല്ല് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു ചേട്ടാ ഇവിടുത്തെ അമ്മമാരെ കാണില്ല, ഒന്ന് പോയി അന്വേഷിക്കാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെയൊക്കെ അന്വേഷിച്ചിട്ട് ഇവർ രണ്ടുപേരെയും കാണാനില്ല. പിന്നെ അവർ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ആ ഡ്രൈവറോടാണ് പറഞ്ഞത് ഈ അമ്മമാരെ കാണാനില്ലെന്ന് പറഞ്ഞപ്പോൾ ഈ പുള്ളി ആ മണികണ്ഠൻ എന്ന് പറഞ്ഞ പുള്ളിയോട് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരോട് വണ്ടി എടുത്ത് അങ്ങോട്ട് താഴത്തോട്ട് പോയപ്പോഴത്തേക്കും വേറെ ആരുടെ വീട്ടിൽ ഇവരാരോ കണ്ടിട്ട് അവർ പിടിച്ചു നിർത്തിയിട്ട് ഇവരോട് കാര്യം ചോദിച്ചപ്പോഴാണ് ഇവർ പറയുന്നത് ഞാൻ പോയി കഴിയുമ്പോൾ ഞാൻ 5 മണിയാകുമ്പോൾ ഞാൻ വൈകിട്ട് വീട്ടിൽ പോകും. ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ 12 മണി 1 മണിക്കൊക്കെ ആൾക്കാർ വരിക, പെണ്ണുങ്ങളും ആണുങ്ങളും. പിന്നെ അവിടെ കിടന്ന ആ അമ്മയെ ഇവൻ വെള്ളം അടിച്ചിട്ട് പൊക്കിക്കൊണ്ടുപോയി ഇതാക്കുക, അവൻ്റെ ഡ്രസ്സൊക്കെ വലിച്ചു കീറി അതിന് വെള്ളം വായിക്കകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തു, ബ്രാൻഡി ഒഴിച്ചു കൊടുത്തിട്ട് ഇവർക്ക് ചാരായം ഒക്കെ ഉണ്ട് ഇവിടെ നിന്ന് അവർ ആ അമ്മമാരെ എൻ്റെ അടുത്ത് പറഞ്ഞ്. പിന്നെ ഈ അവിടെ നിന്ന് ആ അമ്മയുടെ മാലയും കയ്യിൽ വളയും മറ്റേ മോതിരമൊക്കെ അവർ മേടിച്ചെന്ന്, അത് ആ മരിക്കുന്നതിന് മുന്നേ ആ അമ്മയുടെ കയ്യിലെ ഇവിടുത്തെ ആ ചേച്ചിയുടെ കയ്യിലെ കൊടുത്തതെന്നാണ് പറഞ്ഞത് 5-ലുള്ള പോലീസുകാർ. അങ്ങനെയാ പറയുന്നത്. അതിനോട് ഭയങ്കര പെണ്ണുങ്ങളെ കാണുമ്പോൾ അവന് ഭയങ്കര അവർ ഈ അമ്മമ്മ അടുത്ത് തന്നെ കുറേ പ്രാവശ്യം ചെന്നിട്ടുണ്ട്. ഞാൻ നോക്കുന്ന സരസ്വതി അമ്മയുടെ അടുത്ത് ചെന്നിട്ട് ആ അമ്മേനെ കാല് പിടിച്ച് വലിക്കുക, ആ അമ്മയുടെ കൈ ദേഹത്ത് സ്പർശിക്കുക, മോശമായിട്ടുള്ള രീതികളായിരുന്നു ആ സരസ്വതി. എൻ്റെ അടുത്താണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അടുത്ത് ആദ്യം ഒന്നും വന്നപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. ഞാൻ 9-ാം തീയതി രാവിലെ ഇവിടെ വന്ന് 6:30 ആയപ്പോൾ എൻ്റെ അണ്ണ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് ഞാൻ അടുക്കളയിലോട്ട് ചെന്നപ്പോഴാണ് ഈ സംസാരം ഈ പുള്ളി എൻ്റെ അടുത്ത് പറയുന്നത്. അത് പിന്നെ 2 ദിവസവും ഞാൻ ഇങ്ങോട്ട് വന്നില്ല. ഞാൻ പിന്നെ ഓരോ കള്ളത്തിനും പറഞ്ഞ കൊച്ചിന് സുഖമില്ല, കുഞ്ഞിന് സുഖമില്ല, എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് ആ ബൈജു എന്ന് പറഞ്ഞ പുള്ളി എന്നെ വിളിച്ചത്. ഇവർക്ക് ഡൈപ്പർ മാറ്റി കൊടുക്കാൻ ഒന്ന് വരാമോ എന്ന് ചോദിച്ചുകൊണ്ട്. അന്നാണ് ഈ അമ്മമാർ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്. ഈ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. വേറെ ആൾക്കാർ വരുമെന്ന് പറഞ്ഞ അമ്മമാര് രാത്രിയാകുമ്പോഴാണ് വരുന്നത്. ഇവിടെ രാത്രിയാകുമ്പോൾ ഇതിൻ്റെ മണ്ടയില്ല കേട്ടോ, അതിൻ്റെ അവിടെ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവർ ഉറങ്ങിക്കഴിയുമ്പോൾ ചെയ്യുന്നുള്ള ഇതായിരുന്നു ആ പുള്ളിക്ക് ഭയങ്കര ഇതായിരുന്നു. കുടിച്ച് രാവിലെ വൈകിട്ടൊക്കെ പുള്ളി കൂടിയ. ഞാൻ വരുമ്പോ ഒക്കെ പുള്ളി മദ്യം അടിച്ചിട്ടുണ്ട്. ഞാൻ വന്നു കഴിഞ്ഞാൽ പുള്ളി ഇവിടെ നിൽക്കത്തില്ല, പുള്ളി വെളിയിലോട്ട് പോകും. ഇന്നലെ എന്തോ വാതിൽ പൂട്ടാതെ പുള്ളി പോയെ, അല്ലെങ്കിൽ പുള്ളി വാതിൽ പൂട്ടിയിട്ടാ പോണേന്ന് പറഞ്ഞ അമ്മമാര്. ഞാൻ ഉള്ളതുകൊണ്ട് വാതിൽ പൂട്ടിയില്ല അവര്.
നല്ല കളക്ഷൻ ഉള്ളപ്പോൾ ബഡ്ജറ്റ് ഓക്കെ ആകില്ല, ബഡ്ജറ്റ് ഓക്കെ ആയാലോ നല്ല കളക്ഷനും കാണില്ല. എന്നാൽ ഇത് രണ്ടും ഒന്നിച്ച് ഓക്കെ ആകും ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സിൽ. ഏറ്റവും പുതിയ മോഡൽ ചപ്പൽസ്, ഷൂസ്, സ്കൂൾ ബാഗ്സ്, സ്കൂൾ യൂണിഫോം ഷൂസ്, ബെൽസ്, കുടകൾ, ഫാൻസി ഐറ്റംസ് എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. കൂടാതെ സ്കൂൾ ബാഗുകൾക്കും യൂണിഫോം ഷൂസിനും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ്. ബ്രാൻഡഡ് ഐറ്റംസ് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ്, ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം, കൊളുത്തൂപ്പുഴ റോഡ്, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. ഫോൺ 6238160563 9645903636.